വെച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്നായിരുന്നു വയനാട്ടിലെ ദുരന്തം എന്നത്. അതിലിപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും കാര്യമായ മൃതശരീര ഭാഗങ്ങളൊന്നും കണ്ടെത്തുന്ന പശ്ചാത്തലം അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഊർജിതമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ മാസം 13-ന് ശേഷം മൃതദേഹങ്ങൾ അതോടൊപ്പം തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഭാഗികമായ തെരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി കാര്യമായ പുരോഗതി തെരച്ചിലിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഉരുൾപൊട്ടലിൻ്റെ കാരണം പഠിക്കാൻ അതേസമയം വിദഗ്ധ സംഘം എത്തുകയും എന്ത് മാറ്റമാണ് ഈ പ്രദേശത്ത് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമൊക്കെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളത്, അത് മറ്റു മേഖലകളിലേക്ക് എത്രത്തോളം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം പഠനങ്ങൾ ആണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വയനാടിനായി ഇപ്പോഴും കൈകോർക്കുകയാണ് ജനത. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വയനാടിനായി കൈകോർക്കുകയാണ് ഒരു നാട്. ദുരന്ത